ഇന്ന് കണ്ണൂരിൽ നിന്ന് നമ്മൾ കേട്ട വാർത്ത പെൺകുട്ടികളുള്ള മുഴുവൻ രക്ഷിതാക്കളുടെയും ചങ്ക് പിടക്കുന്ന ഒരു വാർത്തയാണ്. 11 പെൺകുട്ടികളെയാണ് 9ാം ക്ലാസ്സുകാരൻ കൗമാരത്തിലേക്ക് കാലെടുത്തു വെച്ചിട്ടില്ലാത്ത ഒരു കുട്ടി പീഡിപ്പിച്ചത്. കേവലം പീഡനമല്ല, മയക്കുമരുന്നിന് അടിമപ്പെടുത്തി. അതിൽ പെട്ട ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ കേരളീയ മനസാക്ഷിയെ, സാക്ഷര കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ പെൺകുട്ടി പറയുന്നത്, ആദ്യം എന്നെ സൗഹൃദം നടിച്ച് വശത്താക്കി, പിന്നീട് പ്രണയഭാവം നടിച്ച് സൗജന്യമായി എനിക്ക് മയക്കുമരുന്നുകൾ നൽകി, മെല്ലെ മെല്ലെ എന്നെ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി. സ്വാഭാവികമായി ഞാൻ അടിമപ്പെട്ടപ്പോൾ ആദ്യം ഫ്രീ ആയി മയക്കുമരുന്ന് തന്നവൻ പിന്നീട് മയക്കുമരുന്നിന് വേണ്ടി പണം ചോദിച്ചു. ആ ചെറുപ്പക്കാരന്റെ കൂടെ, കാമുകന്റെ കൂടെ പാർക്കിലേക്കും ബീച്ചിലേക്കും കറങ്ങി നടന്ന് അവന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റിക്കൊടുത്ത് എന്റെ ശരീരം പോലും അവന് ഞാൻ വഴങ്ങിക്കൊടുത്തു എന്ന് ഒരു പെൺകുട്ടി പറയുമ്പോൾ ഉമ്മമാരുള്ള, ഉപ്പമാരുള്ള, മക്കളുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണു തുറപ്പിക്കേണ്ടുന്ന ഒരു വാർത്തയാണ്. ആ പെൺകുട്ടി ആത്മഹത്യ ശ്രമിക്കുന്നതിനിടയിൽ ഭാഗ്യത്തിന് രക്ഷിതാക്കൾ കാണുകയും കുട്ടിയെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് എത്തിച്ച് കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്താണ് തങ്ങളുടെ കുട്ടി അകപ്പെട്ടിട്ടുള്ള ഗർത്തത്തിന്റെ ആഴം രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത്. നിയമപരമായി രക്ഷിതാവ് നീങ്ങിയതുകൊണ്ട് ഇനിയൊരു കുട്ടിയും ഇത്തരം അപകടക്കെണിയിലോ കെണിവലകളിലോ പെടരുത് എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു വാർത്ത പുറം ലോകം അറിയുന്നത്. ഓരോ രക്ഷിതാവും തന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, ആവില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് നമ്മളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴാണ് പോകുന്നത്, അവർ സ്കൂളിൽ എത്തുന്നുണ്ടോ, സ്കൂളിൽ നിന്ന് കൃത്യമായ സമയത്ത് വീട്ടിലെത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയമുണ്ട്. മാത്രമല്ല, ഇന്ന് ജനറൽ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ആൺ പെൺ ലിംഗങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ മുഴുക്കയും പൊളിച്ചെറിഞ്ഞ് പുരോഗമനത്തിന്റെ ശിരോമണികൾ നടത്തുന്ന എല്ലാ പേക്കൂത്തുകൾക്കും കുടപിടിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ നമ്മളുടെ മക്കൾ നമ്മളുടെ കൈവിട്ടു പോകാതിരിക്കാൻ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുകയും അതിനനുസൃതമായി നമ്മളുടെ മക്കളെ ആത്മീയമായ ബോധം നൽകി, പരലോക ചിന്ത നൽകി, നാളെയുടെ ജീവിതത്തെക്കുറിച്ച് ബോധം നൽകി മാന്യമായ ജീവിത രീതിയിലേക്കും ജീവിതശീലങ്ങളിലേക്കും കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. രക്ഷാബന്ധന്റെ പേരു പറഞ്ഞ് ഏത് കാണുന്ന പെൺകുട്ടികൾക്ക് മുഴുക്കയും കയ്യിൽ രാഗി കെട്ടിക്കൊടുത്ത് സഹോദരിയാണെന്ന പേരിൽ സൗഹൃദത്തിന്റെ കൂച്ചുവലങ്ങിട്ട് അവരെ എല്ലാവിധ കെണിവലകളിലേക്കും കൊണ്ടുപോയിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നമ്മുടെ മക്കളെ സന്താന സംരക്ഷണം എന്ന് പറയുന്നത് മൂല്യത്തിൽ അധിഷ്ഠിതമായി വളർത്താൻ കഴിയുന്ന ഒരു പാകത്തിലേക്ക് ഉമ്മമാരെ, ഉപ്പമാരെ നമ്മൾക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ മക്കൾ നമ്മളുടെ കൈവിട്ടു പോയാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല എന്ന് എന്റെ സ്നേഹത്തോടെ എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ.